Hi dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പോയിന്റ് ചാർജ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ്, അതേപോലെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ടു ചാർജ് സിസ്റ്റം ഓഫ് ടു ചാർജസ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അല്ലെ 3 ചാർജസ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. സോ പൊട്ടൻഷ്യൽ എനർജി of a dipole എന്ന് പറഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ലിസൺ ഹിയർ. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൺസിഡർ ചെയ്യണം. ഞാനൊരു എക്സ്റ്റേണൽ ഫീൽഡ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പ്ലസ് നിന്ന് മൈനസിലേക്കായിരിക്കും അല്ലെ, പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഡൈപോൾ അല്ലെ, ഡൈപോളിന്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ നമ്മൾ എന്ത് വെക്കണം? ഒരു ഡൈപോൾ വെക്കണം. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? Two equal and opposite charges separated by a small distance. Suppose ഇത് മൈനസ് ക്യൂ എന്നുള്ള ചാർജ്, അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് പ്ലസ് ക്യൂ എന്നുള്ള ചാർജ് ആയിരിക്കും. ഇതിന്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് ലെങ്ത് 12 എന്നാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, സോ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് 12, അതായത് ഡൈപോൾ നമുക്ക് കിട്ടി. ഈ ഡൈപോൾ വെച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. നമുക്ക് കാണേണ്ടത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് അല്ലെ. വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. സോ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വർക്ക് ഡൺ. ഇപ്പോൾ ഇവിടെ ഒരു ഡൈപോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഡൈപോള് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിള് തീറ്റയാണ്. സോ ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ഇത് റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? റൊട്ടേഷണൽ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഷൻ എന്താണ്? റൊട്ടേഷണൽ മോഷൻ ആണ്. ഇവിടെ പ്ലസ് ക്യൂവിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു Q ഇൻറ്റു ഇ. നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡില് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ക്യു ഇ. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ അങ്ങോട്ടും ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ ലെഫ്റ്റിലോട്ടും ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് ഫോഴ്സ് കിട്ടി. ഡൈപോൾ നമ്മൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ റൊട്ടേഷണൽ മോഷൻ ആണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. സോ ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സ് നമ്മൾ എടുക്കേണ്ട ക്വാണ്ടിറ്റി ടോർക്കാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോഴ്സ് നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ടോർക്ക്. ടോർക്ക് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ റൊട്ടേഷണൽ മോഷനിൽ ഫോഴ്സിന് അനലോഗ് ആയിട്ടുള്ള ആളാണ്, ക്വാണ്ടിറ്റിയാണ് എന്തെന്ന്? ടോർക്ക്. ഇവിടെ റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കണം? ടോർക്ക് എടുക്കണം. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ടോർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ലിസൺ ഹിയർ വെരി കെയർഫുള്ളി. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ ഫോഴ്സ് എന്താണ്? നമ്മൾ പറഞ്ഞതാണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ക്യു ഇ. സോ ക്യു ഇ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ ആണെന്ന് അറിയാം? ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഈ ആംഗിൾ നമുക്കറിയാം തീറ്റയാണ് അല്ലേ? ഇത് പാരലൽ ആയതുകൊണ്ട് ഇത് തീറ്റയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് നമ്മളെ ഡൈപോൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. സോ ഈ ആംഗിൾ എന്താണ്? തീറ്റയാണ്. ഞാനിവിടെ പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഡോട്ടഡ് ലൈനിലുള്ള റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളെ പെർപെൻഡിക്കുലർ ആണ്, ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ സൈൻ തീറ്റ എടുത്താൽ എന്താ വരിക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഫ്രം ട്രയാങ്കിൾ. ഞാൻ ഈ ട്രയാങ്കിളിന് പേര് കൊടുക്കാം എ ബി സി എന്ന് പേര് കൊടുത്തു. ഫ്രം ട്രയാങ്കിൾ എ ബി സി sin theta is equal to opposite side divided by hypotenuse. Opposite side എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമ്മളെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? സോ ഇത് പെർപെൻഡിക്കുലർ എന്നാണ് ഇതിന്റെ അർത്ഥം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്
ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈപോളിന്റെ ലെങ്ത് അല്ലേ ഹൈപ്പോടെന്യൂസ്. ഈ ട്രയാങ്കിളില് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഈ 90 ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് ഉള്ള സൈഡാണ് ഹൈപ്പോടെന്യൂസ്. ഈ ഹൈപ്പോടെന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൈപോളിന്റെ ലെങ്ത് അല്ലേ, ഡൈപോളിന്റെ ലെങ്ത് നമ്മൾ 2L ആയിട്ടല്ലേ എടുത്തത്. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2L. സോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2L into sin theta, that is 2L sin theta. Perpendicular distance നമുക്ക് കിട്ടിക്കഴിഞ്ഞു is equal to 2L into sin theta. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ടോർക്ക് ഈസ് ഈക്വൽ ടു ടോ എന്ന് കൊടുക്കാം, ടോ ഈസ് ഈക്വൽ ടു QE ഇൻറ്റു 2L sin theta. QE ഇൻറ്റു 2L sin theta. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, Q ഇൻറ്റു 2L ഇത് നിങ്ങൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. Q ഇൻറ്റു 2L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡൈപോൾ മൊമെന്റ്. നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിവിടെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. Q ഇൻറ്റു 2L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് P ഈസ് ഈക്വൽ ടു, നമ്മൾ P എന്നാണ് ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. P ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2L. സോ ഈ Q ഇൻറ്റു 2L നമുക്ക് എന്ത് കൊടുക്കാം, P എന്ന് കൊടുക്കാം. സോ ടോ ഈസ് ഈക്വൽ ടു P ഇൻറ്റു E സൈൻ തീറ്റ. സോ ടോ ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, PE സൈൻ തീറ്റ. PE സൈൻ തീറ്റ നമുക്ക് എന്ത് എഴുതാം, P ക്രോസ് E എന്ന് എഴുതാം. P ക്രോസ് E വെക്റ്റർ ഫോമിൽ നമുക്ക് എന്ത് എഴുതാം, ടോ ഈസ് ഈക്വൽ ടു P ക്രോസ് E എന്നെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് PE സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ടോർക്കാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് വർക്ക് അല്ലേ. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം ടോർക്ക് അല്ലെ. ടോർക്ക് ഇൻറ്റു ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ സപ്പോസ് നമ്മൾ വർക്ക് കാണുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വേണമല്ലോ. വർക്ക് കാണണമെങ്കിൽ അവിടെ ഫോഴ്സും വേണം ഡിസ്പ്ലേസ്മെന്റും വേണം. റൊട്ടേഷണൽ മോഷൻ ആയതുകൊണ്ട് ഫോഴ്സിന് പകരം നമ്മൾ എന്തെടുക്കുന്നു, ടോർക്ക് എടുക്കുന്നു. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ്, സപ്പോസ് ഈ ഡൈപോൾ, നമ്മൾ ഈ ഡൈപോൾ ഉണ്ടല്ലോ, ഞാനിവിടെ ഡൈപോൾ വരച്ചിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ഫീൽഡ്, ഇത് ഡൈപോൾ ഒരു തീറ്റ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, ഡി തീറ്റ. ഓക്കെ, ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ എത്രയാണ്, ഡി തീറ്റ. സപ്പോസ് നമ്മളെ ഡൈപോൾ കുറച്ച് ആംഗിൾ എന്ത് ചെയ്തു, റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. വർക്ക് ടോർക്ക് ഇൻറ്റു ആ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. സപ്പോസ് നമ്മളെ ഡൈപോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡി തീറ്റ എന്നുള്ള ഒരു സ്മോൾ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് ഇൻറ്റു നമുക്ക് എന്തെടുക്കാം, ഡി തീറ്റ എന്നെടുക്കാം. അതാണ് ഇവിടെയുള്ള വർക്ക്. സോ ടോർക്ക് ഈസ് ഈക്വൽ എന്താ, ടോർക്ക് നമുക്ക് കിട്ടിയതാണ് PE സൈൻ തീറ്റ. സോ ടോർക്കിന് ഞാൻ എന്ത് കൊടുക്കുന്നു, PE സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇതാണ് വർക്ക്. ഇത് സ്മോൾ റൊട്ടേഷണൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായ വർക്കാണ് അല്ലെ. നമ്മളിപ്പോൾ എന്താണ്, ഒരു ചെറിയ റൊട്ടേഷൻ കൊടുത്തപ്പോൾ ഉണ്ടായ വർക്കാണ് എന്തെന്ന്, ഡി തീറ്റ എന്നുള്ള ഒരു ചെറിയ റൊട്ടേഷൻ കൊടുത്തപ്പോൾ ഉണ്ടായ വർക്കായതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, DW എന്ന് കൊടുക്കാം. ചെറിയ വർക്കാണ്. അപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ ചെയ്യണം. സോ ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. W ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് PE സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ഇന്റഗ്രൽ ഓഫ് PE സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ. ശരിക്കും ശ്രദ്ധിക്കണേ, ഇവിടെ നമുക്കറിയാം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം അല്ലേ. എങ്ങനെയാ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഫ്രം ലോവർ ലിമിറ്റും കൊടുക്കണം, അപ്പർ ലിമിറ്റും കൊടുക്കണം. നമ്മൾ കൊണ്ടുവരുന്ന എവിടെ നിന്നാണ്, ഇൻഫിനിറ്റി എന്നാണ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്, ഇൻഫിനിറ്റിന്ന് നമ്മൾ ആ പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ. ഡൈപോൾ ആയതുകൊണ്ട് ഇൻഫിനിറ്റിന്ന് ഡൈപോളിനെ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ്. നമുക്കറിയാം ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ 0 ആണ് അല്ലെ. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഇതിന് ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ തീറ്റ കോസ് തീറ്റ ആവും. അപ്പൊ കോസ് എപ്പോഴാണ് 0 വരുന്നത്, കോസ് 90 ആണ് 0. സോ നമുക്ക് ഇവിടെ ലോവർ ലിമിറ്റ് എന്ത് കൊടുക്കണം എന്നറിയോ, π/2 അല്ലെങ്കിൽ 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്, കാരണം ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ 0 എടുക്കണമെങ്കിൽ ഈ സൈൻ തീറ്റ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ് തീറ്റ ആണ് കിട്ടുക. അപ്പോൾ കോസ് π/2 ആണ് എന്തെന്ന് 0 അല്ലേ. ഇനി അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആംഗിളിലേക്ക് അല്ലേ, നമുക്ക് π/2 ടു
ഏതെങ്കിലും ഒരു ആംഗിൾ അല്ലേ, ഫോർ സം ആംഗിൾ തീറ്റ എന്ന് കൊടുക്കാം അല്ലേ. തീറ്റ നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു, തീറ്റ എന്ന് തന്നെ കൊടുത്തു. സോ ലോവർ ലിമിറ്റ് കൊടുത്തു π/2 ടു അപ്പർ ലിമിറ്റ് തീറ്റ. നമ്മൾ ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. സോ ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് W ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ടേംസ് പുറത്തെടുക്കണം. സോ PE ഇൻറ്റു സൈൻ തീറ്റ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് കോസ് തീറ്റ. സൈൻ തീറ്റ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് കോസ് തീറ്റ. ഫ്രം വെയർ ടു വെയർ, π/2 ടു തീറ്റ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ തീറ്റ ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, മൈനസ് കോസ് തീറ്റ. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലിമിറ്റ് ഏതാണ്, ഫ്രം π/2 ടു തീറ്റ. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. PE ഇൻറ്റു മൈനസ് നമുക്ക് പുറത്തെടുക്കാം, മൈനസ് PE ഇൻറ്റു കോസ് അപ്പർ ലിമിറ്റ് എന്താണ്, തീറ്റയാണ്, മൈനസ് കോസ് π/2. സോ മൈനസ് PE ഇൻറ്റു കോസ് തീറ്റ മൈനസ് കോസ് π/2 ഈസ് ഈക്വൽ ടു മൈനസ് PE ഇൻറ്റു കോസ് തീറ്റ. നമുക്ക് കോസ് തീറ്റ ഉണ്ട് അല്ലേ, കോസ് തീറ്റ മൈനസ് കോസ് π/2 എന്താ മക്കളെ, കോസ് π/2 ഈസ് ഈക്വൽ ടു 0 ആണ്. സോ നമുക്ക് എന്താ കിട്ടുക, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു മൈനസ് PE കോസ് തീറ്റ. കാരണം കോസ് π/2 എന്തായി, 0 ആയി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, U എന്ന് റെപ്രസെന്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് PE ഇൻറ്റു കോസ് തീറ്റ, മൈനസ് PE ഇൻറ്റു cos theta. So this equation is very important, very important. So ശ്രദ്ധിക്കുക, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് പറഞ്ഞത്. അത് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോർക്ക് കണ്ടുപിടിക്കണം. കാരണം ടോർക്ക് അല്ലെ, റൊട്ടേഷണൽ മോഷനിൽ നമ്മൾ ഫോഴ്സിന് പകരം ടോർക്കാണ് എടുക്കുന്നത്. ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇപ്പോൾ ടോട്ടൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തിട്ടുണ്ട്, അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിൽ തന്നെ കുറച്ച് കേസസ് വരും. അതായത് നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് PE ഇൻറ്റു കോസ് തീറ്റ എന്ന് പഠിച്ചില്ലേ. അതിൽ ഒന്നാമത്തെ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേസ് 1 എപ്പോഴാണ്, വാട്ട് ഈസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0. വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 വാട്ട് വിൽ ഹാപ്പൻ ടു ദി പൊട്ടൻഷ്യൽ എനർജി. തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു മൈനസ് PE ഇൻറ്റു കോസ് 0. കോസ് 0 എത്രയാണ്, 1 ആണ്. കോസ് 0 1 ആയതുകൊണ്ട് U ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, മൈനസ് PE എന്ന് കിട്ടും, മൈനസ് PE എന്ന് കിട്ടി. ഇനി അടുത്ത കേസ്, വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മളെ ഡൈപോൾ ഉള്ളതെങ്കിൽ തീറ്റ എത്രയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ 90 ഡിഗ്രി ആണെങ്കിൽ കോസ് 90 ഈസ് ഈക്വൽ ടു എത്രയാണ്, കോസ് 90 0 ആണ്. കോസ് 0 1 ആണ്, കോസ് 90 0 ആണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ശരിയല്ലേ, മൈനസ് PE ഇൻറ്റു കോസ് 90 0. സോ U ഈസ് ഈക്വൽ ടു 0. U is equal to 0 when theta is equal to 90 degree. ഇനി കേസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when theta is equal to 180 degree, theta is equal to 180 degree ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, U is equal to, അതായത് cos 180 is equal to -1 ആണ്. cos 180 is equal to -1 ആണ്. സോ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസും നമ്മളെ cos 180ന്റെ മൈനസും ക്യാൻസൽ ആവും. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുക, PE ഇൻറ്റു 1 അല്ലേ. PE ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, PE. ഈ മൈനസും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക, പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് ആണ് കിട്ടുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE. അപ്പോൾ ഈ ആംഗിൾസിലൊക്കെ നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ അറിഞ്ഞിരിക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു 0, U ഈസ് ഈക്വൽ ടു മൈനസ് PE അല്ലേ. 90 ഡിഗ്രി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, എപ്പോഴാണ് പൊട്ടൻഷ്യൽ എനർജി 0 ആകുന്നത്, ദി ഡൈപോൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും പാരലൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് PE അല്ലേ. ഇനി ആന്റി പാരലൽ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു PE. ഇതാണ് ഡൈപോൾ ഇൻ അല്ലെ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ആ ഡയഗ്രം ശ്രദ്ധിക്കുക, ആ ഡെറിവേഷൻ ശ്രദ്ധിക്കുക, ഫൈനൽ ഇക്വേഷൻ, അതിന്റെ കേസസ്. ഇത്രയാണ് ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രോബ്ലം ഞാൻ വായിക്കാം. If one of the two electrons of a H2 molecule is removed,
we get a hydrogen molecule ion H2 plus. In the ground state of an H2 plus, the two protons are separated roughly 1.5 angstrom and the electrons is roughly 1 angstrom from each proton. Determine the potential energy of the system എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബ്ലത്തിൻ്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് H2 ഹൈഡ്രജൻ മോളിക്യൂളാണ് നമ്മൾ എടുത്തുള്ളത്. ഓക്കെ, H2 മോളിക്യൂൾ നമുക്കറിയാം. ഒരു ഹൈഡ്രജൻ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൽ 2 ഇലക്ട്രോൺസും 2 പ്രോട്ടോൺസും അല്ലേ ഉള്ളത്. ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഇത് H2 ആണ്. ഒരു ഹൈഡ്രജന് 1 ഇലക്ട്രോണും 1 പ്രോട്ടോൺ. അതേപോലെ വേറെ രണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ അല്ലേ മോളിക്യൂളിൽ. സോ ഒരു H2 മോളിക്യൂൾ ഉണ്ടാവുന്നത് 2 പ്രോട്ടോൺസും 2 ഇലക്ട്രോൺസും ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദി ഇലക്ട്രോൺസ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ഈസ് റിമൂവ്ഡ്. ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തിട്ട് അത് ആരായി മാറി? ഹൈഡ്രജൻ അയണായി മാറി. ദാറ്റ് ഈസ് H2 പ്ലസ്. അതും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തപ്പോൾ അത് ആരായി മാറി? ഹൈഡ്രജൻ മോളിക്യൂൾ ഹൈഡ്രജൻ അയണായി മാറി. അപ്പോൾ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് 2 പ്രോട്ടോൺ അങ്ങനെ തന്നെ ഉണ്ട്, പക്ഷേ ഒരു ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ. 2 പ്രോട്ടോൺ അങ്ങനെ തന്നെ ഉണ്ട്, ഒരു ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ട് നമ്മളോട് പറഞ്ഞു the two protons are separated by 1.5 angstrom. 2 പ്രോട്ടോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 1.5 angstrom ആണ്. അതേപോലെ and the electron is roughly by 1 angstrom. ഇലക്ട്രോണിന്റെ സെപ്പറേഷൻ എത്രയാണ്? 1 angstrom ആണ്. So determine the potential energy of the system. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സിസ്റ്റം ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പ്രോട്ടോൺസ് ഉണ്ട്, അതേപോലെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. 2 പ്രോട്ടോൺസ് ഉണ്ട്, ഒരു ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഇനി ഈ പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെപ്പറേറ്റഡ് ബൈ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 1.5 ആങ്സ്ട്രം. 1.5 ആങ്സ്ട്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 1 ആങ്സ്ട്രം ആണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഈസ് ബൈ 1 ആങ്സ്ട്രം. അതായത് the two protons are roughly by 1.5 angstrom and the electrons is roughly 1 angstrom. അതായത് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺ ആണ്. ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ. ഓക്കെ, ആൻഡ് ദി ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഈസ് റഫ്ലി ബൈ 1 ആങ്സ്ട്രം എന്നാണ്. അതായത് ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള സെപ്പറേഷൻ എത്രയാണ്? 1 ആങ്സ്ട്രം. 2 പ്രോട്ടോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ 1.5 ആങ്സ്ട്രം. ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള സെപ്പറേഷൻ 1 ആങ്സ്ട്രം. ഇവിടെ പ്രോട്ടോൺ എഴുതാൻ വിട്ടുപോയതാണ്. ആൻഡ് ദി ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഈസ് റഫ്ലി ബൈ 1 ആങ്സ്ട്രം. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ് നമ്മൾ പറഞ്ഞതാണ്, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്? ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി നമുക്ക് യു എന്ന് കൊടുക്കാം. യു ഈസ് ഈക്വൽ ടു അല്ലെ 1/4πε0. ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് ഞാൻ എന്ത് കൊടുക്കുകയാണ്? കെ എന്ന് കൊടുക്കുകയാണ്. സോ കെ ഇൻറ്റു അല്ലേ, ഇവിടെ ഒരു ചാർജ് ക്യൂ പി ഉണ്ട് അല്ലെ, ചാർജ് ഓഫ് പ്രോട്ടോണിന് ക്യൂ പി എന്ന് കൊടുക്കാം. ചാർജ് ഓഫ് പ്രോട്ടോൺ ക്യൂ പി. ഇനി ചാർജ് ഓഫ് ഇലക്ട്രോണിന് ഞാൻ എന്ത് കൊടുത്തു? ക്യൂ ഇ എന്ന് കൊടുത്തു. അപ്പോൾ കെ ഇൻറ്റു നമുക്ക് എന്താ കിട്ടുക? ഈ 2 പ്രോട്ടോൺസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ അല്ലേ, 2 പ്രോട്ടോൺസ് തമ്മിൽ, അതേപോലെ പ്രോട്ടോണും ഇലക്ട്രോൺസ് തമ്മിലുള്ള, അപ്പോൾ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി സിസ്റ്റം ഓഫ് 3 ചാർജസിന്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. കെ ഇൻറ്റു ക്യൂ പി ഇൻറ്റു ക്യൂ ഇ ഡിവൈഡഡ് ബൈ നമുക്ക് പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് 1.5 ആങ്സ്ട്രം. ഇവിടെ പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, നമുക്ക് എന്ത് കൊടുക്കാം? 1 ആങ്സ്ട്രം പ്ലസ് കെ ഇൻറ്റു ക്യൂ പി ഇൻറ്റു ഒരു പ്രോട്ടോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ, ക്യൂ പി ഡിവൈഡഡ് ബൈ 1 ആങ്സ്ട്രം പ്ലസ് വീണ്ടും ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, വീണ്ടും ഒരു പ്രോട്ടോൺ ഇലക്ട്രോൺ. കെ ഇൻറ്റു ക്യൂ പി ഇൻറ്റു ക്യൂ ഇ ഡിവൈഡഡ് ബൈ 1.5 ആങ്സ്ട്രം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന് ക്യൂ പി 1 എന്ന് കൊടുക്കാം, ഇതിന് ക്യൂ പി 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് ക്യൂ പി 1 ക്യൂ ഇ, രണ്ടാമതെടുത്തത് ഇത് ക്യൂ പി 1 ക്യൂ പി 2,
മൂന്നാമത് എടുത്തത് QP2 ആൻഡ് QE. QP2 ആൻഡ് QE. കാരണം നമുക്കിവിടെ 2 പ്രോട്ടോൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സിസ്റ്റം ഓഫ് 3 ചാർജസിന്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണിത്. ഇവിടെ പ്രോട്ടോൺ ഇലക്ട്രോൺ നമ്മളുടെ സെപ്പറേഷൻ എത്രയാണ്? 1 ആങ്സ്ട്രം. മറ്റേ എത്രയാണ്? പ്രോട്ടോണും പ്രോട്ടോണും ആണെങ്കിൽ 1.5 ആങ്സ്ട്രം. 1.5 ആങ്സ്ട്രം. ഇനി വീണ്ടും പ്രോട്ടോൺ ഇലക്ട്രോൺ ആണെങ്കിൽ 1 ആങ്സ്ട്രം. ശ്രദ്ധിക്കണേ, അത് എടുത്താൽ മാറിപ്പോകും. ഇനി K നമുക്കറിയാം, K 9 × 10⁻⁹ ആണ്. കാരണം 1/4πε0 വാല്യൂ. ഇനി QE എത്രയാണ്? ചാർജ് ഓഫ് ഇലക്ട്രോൺ -1.6 × 10⁻⁻19 കുളുംബാണ്. ഇനി പ്രോട്ടോൺ ആണെങ്കിൽ, ചാർജ് ഓഫ് പ്രോട്ടോൺ ആണെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി അല്ലേ? +1.6 × 10⁻⁻19 കുളുംബ്. ഇനി ഇതിൽ നമുക്ക് കിട്ടാത്ത വാല്യൂസ് ഒന്നുമില്ല. നമുക്ക് ആങ്സ്ട്രത്തിന് വേണമെങ്കിൽ അല്ലേ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് മാറ്റുന്നത്? 1 ആങ്സ്ട്രം എത്രയാണ്? 1 ആങ്സ്ട്രം 10⁻10 മീറ്റർ ആണ്. 10⁻10 മീറ്റർ ആണ്. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. U K എല്ലാത്തിലുള്ള ടേമാണ്. സോ 9 × 10⁻9 പുറത്തെടുക്കാം അല്ലേ? പിന്നെ QP1, ഇവിടെ QE, ഇവിടെ QP1, QP2 എല്ലാത്തിൻ്റെ ചാർജിന്റെ വാല്യൂസ് എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് 1.6 × 10⁻⁻19 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 1.6 × 10⁻⁻19 ഇൻറ്റു 2 ചാർജ് ഉണ്ട്. ഓരോ ടേംസിലും എന്തുണ്ട്? 2 ചാർജ് ഉണ്ട് അല്ലേ? സോ ഇൻറ്റു 1.6 × 10⁻⁻19 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. സോ 9 × 10⁻9 × 1.6 × 10⁻⁻19 ഇൻറ്റു 1.6 × 10⁻⁻19 ഇൻറ്റു പിന്നെ ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 1/1 ആങ്സ്ട്രം. ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് അല്ലേ? സോ -1/1 ആങ്സ്ട്രം. 1 × 10⁻10 എന്ന് കൊടുക്കാം അല്ലേ? കാരണം ആങ്സ്ട്രത്തിന് നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. പ്ലസ് ബാക്കി എന്താ ഉള്ളത്? ഞാൻ കുറച്ച് താഴത്തിട്ട് എഴുതാം. ദാറ്റ് ഈസ് -1 / 1 × 10⁻10 ആങ്സ്ട്രം പ്ലസ് ഇവിടെ പ്രോട്ടോൺ രണ്ടും പോസിറ്റീവ് ആണ്. സോ 1 × 1.5 × 10⁻10 ആങ്സ്ട്രം പ്ലസ് നമുക്കിവിടെ കിട്ടുക 1 / 1 × 10⁻10. ഇവിടെ എന്താണ്? മൈനസ് ഉണ്ട്. സോ മൈനസ് ഇടണം. ഓക്കെ, ഇവിടെ എന്താണ്? 1 × 10⁻10 ആണ് ഇവിടെ ഡിനോമിനേറ്റർ ഉള്ളത്. -1 ആഡ് ചെയ്തിട്ട് -2 എഴുതാം. അതിൻ്റെ കൂടെ 1.5 × 10⁻10 ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് ഇത് കിട്ടുന്ന വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇത് കിട്ടുന്ന വാല്യൂ -30.7 × 10⁻⁻19 ആണ്. -30.7 × 10⁻⁻19 ജൂൾ. ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജീൻ്റെ യൂണിറ്റ് ആണ്. ഇതൊന്നുമില്ല, പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ് ആണ്. ഈ 3 ചാർജസ് 2 പ്രോട്ടോണും 1 ഇലക്ട്രോൺ ആണ്. അത് നമ്മൾ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ചാർജസിന്റെ വാല്യൂസ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. വെരി സിമ്പിൾ. നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ മോളിക്യൂൾ ഹാസ് എ ഡൈപോൾ മൊമെന്റ് ഓഫ് 10⁻⁻29 കുളുംബ് മീറ്റർ. ഇത് സെന്റിമീറ്റർ അല്ല, കുളുംബ് മീറ്റർ ആണ്. എ മോൾ ഓഫ് ദിസ് substance is polarized by applying electric field of 10⁻6 volt per meter. Electric field എത്രയാണ്? 10⁻6 volt per meter ആണ്. അതേപോലെ ഡൈപോൾ മൊമെന്റ് P is equal to 10⁻⁻29 ആണ് കുളും മീറ്റർ ഫോർ എ മോളിക്യൂൾ ആണ്. ഫോർ എ മോളിക്യൂൾ. ഓക്കെ, ഇനി നമ്മളോട് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ച്ഡ് ബൈ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ആദ്യം സ്റ്റേബിൾ പൊസിഷനിലാണുള്ളത്. പിന്നെ എന്താണ്? ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? 60 ഡിഗ്രിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എസ്റ്റിമേറ്റ് ദി ഹീറ്റ് റിലീസ്ഡ് ബൈ ദി സബ്സ്റ്റൻസ് ഇൻ അലൈനിങ് ഇറ്റ്സ് ഡൈപോൾ അലോങ് ദി ന്യൂ ഡയറക്ഷൻ. ന്യൂ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഹീറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, NCERT-യിലുള്ള ഒരു പ്രോബ്ലമാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അതേപോലെ ഡൈപോൾ മൊമെന്റ് ഫോർ എ മോളിക്യൂൾ തന്നിട്ടുണ്ട് 10⁻⁻20. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മോൾ ഉണ്ട് ഇവിടെ. എ മോൾ ഓഫ് ദി സബ്സ്റ്റൻസ് പോളറൈസ്ഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മോൾ അല്ലെ, ഡൈപോൾ മൊമെന്റ് ഓഫ് 1 മോൾ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 മോൾ സബ്സ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഒരു മോളാണ് 10⁻⁻29. ഒരു മോളിൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? ഒരു മോൾ സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, മോൾ കൺസെപ്റ്റ് ആണല്ലേ,
ഒരു മോളിൽ 6 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. 6 × 10⁻23 അല്ലെ, 6.022 ആണ്, നമുക്ക് 6 എടുക്കാം. 6 × 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും ഇൻറ്റു ഒരു മോളിക്യൂളിന്റെ ഡൈപോൾ മൊമെന്റ്. അത് എത്രയാണ്? 10⁻29 is equal to നമുക്ക് എത്ര കിട്ടുക? 6 × 10⁻29 into 10⁻23 ചെയ്ത് കഴിഞ്ഞാൽ 10⁻6 × 10⁻6. ഇതാണ് ഡൈപോൾ മൊമെന്റ് ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ്. ഇത്രയും എന്താണ്? കുളുംബ് മീറ്റർ അല്ലേ, ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആദ്യം ഇത് സ്റ്റേബിൾ പൊസിഷനിലാണുള്ളത് അല്ലേ, പിന്നെയാണ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. സ്റ്റേബിൾ പൊസിഷൻ ആണെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി -PE cos θ അല്ലേ പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ. സ്റ്റേബിൾ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും കുറവായിരിക്കും. അതെപ്പോഴാണ്? തീറ്റ = 0 ആണ്. സോ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി is equal to നമുക്ക് എന്തെടുക്കാം? ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി U is equal to മൈനസ് P എത്രയാണ്? P ഡൈപോൾ മൊമെന്റ് 6 × 10⁻6 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 10⁻6 ആണ്. ഇൻറ്റു 10⁻6 10⁻6 ക്യാൻസൽ ആവും, is equal to -6 ജൂൾ. ഇതെന്താണ്? ഇനീഷ്യലി ഉള്ള പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം -PE × cos θ ആണ്. ഇവിടെ -PE × cos 0 is equal to എത്രയാണ്? 1 ആണ്. ദാറ്റ് ഈസ് -PE. -PEക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -6 × 10⁻6 × 10⁻6 is equal to -6 ജൂൾ എന്ന് കിട്ടി. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഫൈനലി ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അല്ലെ. ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് അലൈൻഡ് ബൈ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പുതിയ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. സോ ഫൈനലി ഇനീഷ്യലി അവിടെ കണ്ടിട്ടുണ്ട്, ഫൈനലി പൊട്ടൻഷ്യൽ എനർജി -PE × cos 60 വരും അല്ലേ, കാരണം ഇപ്പോൾ ഉള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ P എത്രയാണ്? Pന്റെ വാല്യൂ 6 × 10⁻6 6 × 10⁻6 ഇൻറ്റു E is equal to എത്രയാണ്? Eന്റെ വാല്യൂ 10⁻6 അല്ലെ, 10⁻6 ഇൻറ്റു cos 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1/2 ആണ്. cos 30 √3/2 ആണ്. cos 60 1/2 ആണ്. is equal to എത്ര കിട്ടും? -6 × -1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3 ജൂൾ എന്ന് കിട്ടും അല്ലെ. 10⁻6 10⁻6 ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ദി ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? -6 × 10⁻6 × 10⁻6 അല്ലേ, is equal to -6 ജൂള്. ഇത് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. ഇനി നമുക്ക് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എടുക്കാം. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി U is equal to ഫൈനൽ മൈനസ് ഇനീഷ്യൽ, ദാറ്റ് ഈസ് -3 ജൂള് -6 ജൂൾ is equal to എത്ര കിട്ടുക? -3 + 6 is equal to എത്ര കിട്ടുക? is equal to 3 ജൂൾ. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 3 ജൂൾ. ഇനീഷ്യലി നമ്മൾ കണ്ടുപിടിച്ചു, ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ആംഗിൾ 60 ഡിഗ്രിയാണ്. ചേഞ്ച് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഈ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് റിലീസ് ചെയ്യും? ഹീറ്റ് ആയിട്ട് ഈ പ്രോസസ്സിൽ അലൈൻ ചെയ്യുന്ന പ്രോസസ്സിൽ റിലീസ് ചെയ്യും. സോ നമ്മളോട് ഹീറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഈക്വൽ ടു എത്രയായിരിക്കും? 3 ജൂൾ ആയിരിക്കും അല്ലേ. ഹീറ്റിന്റെ യൂണിറ്റ് എന്ത് ജൂൾ തന്നെയാണ്. സോ ഇതാണ് റിലീസ് ചെയ്യുന്ന ഹീറ്റ്, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഇത് എവിടെയാണ് പോയത്? ഹീറ്റ് ആയിട്ട് റിലീസ് ചെയ്തു. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക, ഡെറിവേഷൻസ് ശ്രദ്ധിക്കുക, ഡയഗ്രാം ഒക്കെ നോക്കുക. ഓക്കെ, നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.